2014 മെയ് മാസം സുഡാനിലെ കാർത്തൂമിലെ ഹജ്ജ് യൂസിഫ് ക്രിമിനൽ കോടതിയിൽ പ്രമാദമായ ഒരു കേസിന്റെ വിധി പ്രസ്താവം നടക്കുകയാണ്. അക്കാരണത്താൽ തന്നെ കോടതി പരിസരത്ത് ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ടായിരുന്നു. പ്രതികൂട്ടിൽ ഗർഭിണിയായ ഒരു യുവതിയായിരുന്നു. വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് ജഡ്ജി ഒരിക്കൽ കൂടി അവൾ ചെയ്ത കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയും അതിനെ 2 വാക്കിൽ സംഗ്രഹിക്കുകയും ചെയ്തു. വ്യഭിചാരം, മതത്യാഗം. വ്യഭിചാരത്തിന് ശിക്ഷയായി 100 വട്ടം ചമ്മട്ടിയടി, മതത്യാഗത്തിന് വധശിക്ഷ. അതിനുശേഷം ജഡ്ജി ഒരു പോംവഴി മുന്നോട്ട് വെച്ചു. നിനക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. നീ നിന്റെ മതവിശ്വാസം ഉപേക്ഷിച്ച് വീണ്ടും ഇസ്ലാം മതത്തിലേക്ക് തിരികെ വരണം. ദുർബലയെങ്കിലും ധീരമായ ശബ്ദത്തിൽ അവൾ അപ്പോൾ കോടതിയോട് ഇങ്ങനെ പറഞ്ഞു: ബഹുമാനപ്പെട്ട കോടതി, ക്ഷമിക്കണം. ഉപേക്ഷിക്കാനും വീണ്ടും സ്വീകരിക്കാനും ഞാൻ ഒരു മതവും ഉപേക്ഷിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ ജനിച്ചതും വളർന്നതും ജീവിച്ചതും ക്രിസ്ത്യാനിയായിട്ടായിരുന്നു. ജീവനും മരണത്തിനുമിടയിലെ നേരിയ നൂൽപാലത്തിൽ നിൽക്കുമ്പോഴും പതറാതെയുള്ള അവളുടെ വാക്കുകൾ കേട്ട് കോടതി സ്തംഭിച്ചു. ജഡ്ജി രോഷാകുലനായി. അവളെ കൊല്ലൂ, അവളെ കൊല്ലൂ എന്ന് ആൾക്കൂട്ടം ആക്രോശിച്ചു. ഇനി അവൾ ദാക്ഷിണ്യം അർഹിക്കുന്നില്ലെന്ന് കോടതിക്കും മനസ്സിലായി. അതുകൊണ്ട് കോടതി അവളുടെ വിധി ഒരിക്കൽ കൂടി ആവർത്തിച്ചു. അതെ, 100 ചമ്മട്ടിയടിയും പിന്നെ വധശിക്ഷയും. നഷ്ടപ്പെടുത്തിയവർ. എത്ര ധീരമായ പ്രഖ്യാപനം, എത്ര ഉറച്ച ശബ്ദം. ആ യുവതിയുടെ സ്ഥാനത്ത് നമ്മളായിരുന്നുവെങ്കിലോ? ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ജീവൻ ഇവിടെ നഷ്ടമാവുകയാണ്. അതിനു മുൻപാണ് ആരെയും മയക്കുന്ന ആ ഓഫർ. നീ നിന്റെ വിശ്വാസം തള്ളിക്കളഞ്ഞാൽ നിനക്ക് ജീവനോടെ ഇരിക്കാം. മക്കളും ഭർത്താവും അടങ്ങുന്ന കുടുംബത്തിൽ നല്ലൊരു ഭാര്യയായി, അമ്മയായി ജീവിക്കാം. എന്തു വേണമെന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. നമ്മളിൽ ഭൂരിപക്ഷവും ആ വാഗ്ദാനത്തിന്റെ മുൻപിൽ പതറിപ്പോകും. പിന്നെ കഴുത്തിനു മുകളിൽ തലയെന്ന സ്വപ്നത്തിനു വേണ്ടി നമ്മൾ അതുവരെയുള്ളതെല്ലാം മറക്കും. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അതുപോലെ ആ യുവതിയും ആ നല്ല ഭാഗം തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിന്റെ ഫലമായി പല തിക്താനുഭവങ്ങളിലൂടെയും അവൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. പലതും അവൾക്ക് നഷ്ടമായി. ഇതാ, ഇത്തിരി നേട്ടങ്ങൾക്കും ഒത്തിരി ആഗ്രഹങ്ങൾക്കും വേണ്ടി സത്യദൈവത്തെ തള്ളിപ്പറയാൻ മടി കാണിക്കാത്ത നമ്മുടെ മുൻപിലേക്ക് അവൾ കടന്നു വരുന്നു. മറിയം, യഹിയ, ഇബ്രാഹിം. ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ലെന്ന തിരുവചനത്തെ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചു തരികയും നമ്മെ അത്തരമൊരു ചിന്തയിലേക്ക്, ആത്മധൈര്യത്തിലേക്കും കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന വ്യക്തി മറിയം, യഹിയ, ഇബ്രാഹിം. മറിയത്തിന്റെ കഥ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ അവളുടെ ജീവിതത്തിലേക്ക് കടക്കാം. ഇസ്ലാമായ പിതാവിന്റെയും എത്യോപ്യൻ ഓർത്തഡോക്സ് വിശ്വാസിയായ മാതാവിന്റെയും മകളായി 1987 നവംബർ 3 സുഡാനിലായിരുന്നു മറിയം, യാഹ്യ, ഇബ്രാഹിം ജനിച്ചത്. മറിയം ജനിച്ചതിന് ശേഷം പിതാവ് അവളെയും അമ്മയെയും ഉപേക്ഷിച്ചു പോയി. അതോടെ അമ്മ എന്ന ചിറകിൻ കീഴിൽ മാത്രമായി അവളുടെ ജീവിതം. ക്രിസ്ത്യാനിയായ വിശ്വാസിയായ അമ്മ ചൊല്ലിക്കേട്ട പ്രാർത്ഥനകൾ കേട്ടാണ് മറിയം വളർന്നത്. സ്വാഭാവികമായും അവളും ക്രിസ്ത്യാനിയായി, വിശ്വാസിയായി. ക്രിസ്തുവിനെ അവൾ തന്റെ ഹൃദയത്തിൽ അടയാളമായും ജീവിതത്തിൽ മുദ്രയായും സ്വീകരിച്ചു. ക്രിസ്തു അവളുടെ ഹൃദയത്തിലും ജീവിതത്തിലും ലബ്ധ പ്രതിഷ്ഠ നേടി. എന്നാൽ തന്റെ ഈ വിശ്വാസ ജീവിതം തന്നെ അപകടത്തിലാക്കുമെന്ന് അപ്പോഴൊന്നും അവൾ മനസ്സിലാക്കിയിരുന്നില്ല. സുഡാന്റെ പാരമ്പര്യം അനുസരിച്ച് കുഞ്ഞുങ്ങളുടെ മതം നിശ്ചയിക്കുന്നത് പിതാവാണ്. അതായത് പിതാവിന്റെ മതമാണ് കുട്ടികളുടെ മതമായി മാറുന്നത്. ഇക്കാരണത്താൽ രാജ്യത്തിന്റെ സ്വഭാവം അനുസരിച്ച് മറിയം ഇസ്ലാമാണ്. എന്നാൽ മറിയം ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. താൻ എങ്ങനെ ഇസ്ലാമാകും? അതാണ് മറിയം ചോദിക്കുന്നത്. മുസ്ലിം വിശ്വാസ പ്രമാണങ്ങൾ
ഒരിക്കലും പഠിച്ചിട്ടില്ലാത്ത, ആചാരങ്ങൾ പുലർത്താത്ത താൻ എങ്ങനെ ഇസ്ലാമാകും? എന്നും പരിശുദ്ധ ബൈബിൾ വായിച്ച് ധ്യാനിക്കുന്ന, ക്രിസ്തീയ പ്രാർത്ഥനകൾ ചൊല്ലുന്ന താൻ എങ്ങനെ ക്രിസ്ത്യാനി അല്ലാതെയാകും? അങ്ങനെയിരിക്കെയാണ് മറിയം വിവാഹിതയായത്. ക്രൈസ്തവനായ അമേരിക്കൻ പൗരൻ ഡാനിയൽ വാനിയായിരുന്നു മറിയത്തിന്റെ ഭർത്താവ്. സുഡാനിലെ മത തീവ്രവാദികളെ ഈ വിവാഹം ചൊടിപ്പിച്ചു. അവരുടെ നോട്ടത്തിൽ മറിയം ഇസ്ലാമാണ്, ഡാനിയൽ ക്രൈസ്തവനും. സുഡാനിലെ ഇസ്ലാമിക നിയമം അനുസരിച്ച് മുസ്ലിം സ്ത്രീക്ക് ക്രൈസ്തവനെ വിവാഹം ചെയ്യാൻ പാടില്ല. മുസ്ലിം പുരുഷനിൽ നിന്ന് ജനിച്ച ഒരു സ്ത്രീ അമുസ്ലിമായ പുരുഷനെ വിവാഹം കഴിക്കുന്നത് അസാധുവാണ്. മാത്രവുമല്ല, അത് വ്യഭിചാരവുമാണ്. ഈ നിയമത്തിന്റെ പേരിലാണ് പിന്നീട് മറിയത്തിന്റെ ജീവിതം നഷ്ടങ്ങളുടേതും വിലാപങ്ങളുടേതുമായി തീർന്നത്. ക്രൈസ്തവനായ ഭർത്താവിനൊപ്പം ക്രൈസ്തവയായ ഒരു യുവതി വിവാഹധർമ്മം അനുഷ്ഠിക്കുന്നത് പോലും വ്യഭിചാരമായി കാണാനും വിലയിരുത്താനും മാത്രം മതാന്ധതയായിരുന്നു സുഡാനിലെ ഭരണകൂടത്തിനുണ്ടായിരുന്നത്. അവർ മറിയത്തെ കുടുക്കാനായി വല വിരിച്ചു. 2 കുറ്റങ്ങളാണ് അവർ മറിയത്തിന്റെ മേൽ ചുമത്തിയത്. ഇസ്ലാം മതം ഉപേക്ഷിച്ചു, വ്യഭിചാരം ചെയ്തു. തികച്ചും ബാലിശമായ 2 ആരോപണങ്ങൾ. മുസ്ലിം അല്ലാത്ത ഒരാൾ എങ്ങനെയാണ് മുസ്ലിം മതം വിശ്വാസം ഉപേക്ഷിക്കുന്നത്? ഭർത്താവിൽ മാത്രം ഹൃദയം അർപ്പിച്ച് ജീവിക്കുന്ന, മറ്റൊരു പുരുഷനെ കുറിച്ച് ചിന്തിക്കാത്ത സ്ത്രീ എങ്ങനെയാണ് വ്യഭിചാരിണിയാകുന്നത്? ഇതിന് സമാന്തരമായി മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ടായിരുന്നു. മറിയത്തിന്റെ അർദ്ധ സഹോദരങ്ങൾ അവൾക്കെതിരെ പരാതി കൊടുക്കുകയും ഭരണകൂടത്തിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയും ചെയ്തതായിരുന്നു അത്. മറിയത്തിന് സ്വന്തമായി ചില സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, കൂടാതെ സ്ഥലവും. അത് കൈക്കലാക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അതിന് ഏറ്റവും എളുപ്പമാർഗം മറിയത്തിനെതിരെ വിശ്വാസ സംബന്ധമായ ആരോപണം ഉന്നയിക്കുക എന്നതായിരുന്നു. മറിയം ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിച്ചുവെന്ന കുടുംബാംഗങ്ങളുടെ ആരോപണം കാര്യങ്ങൾ എളുപ്പമുള്ളതാക്കി. അതനുസരിച്ച് 2013 മറിയം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മറിയത്തിന് ഒരു മകൻ ഉണ്ടായിരുന്നു. വിചാരണ വേളയിലാണ് മറിയം 2ാമതും ഗർഭിണിയാണെന്ന കാര്യം അവൾ തന്നെ അറിയുന്നത്. തന്നെ പോലെയുള്ള ഒരാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ് എന്നതിനെ കുറിച്ച് മറിയത്തിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ചാട്ടവാറടിയും പിന്നെ വധശിക്ഷയും. അത്തരം ഭീഷണികൾക്ക് മുൻപിൽ നിന്നുകൊണ്ടാണ് മറിയം ധീരതയോടെ അക്കാര്യം പ്രഖ്യാപിച്ചത്. ഞാൻ മതം മാറിയിട്ടില്ല, ഞാൻ എന്നും ക്രിസ്ത്യാനിയായിരുന്നു. ഇതാണ് വിശ്വാസം. ഇതാണ് ക്രിസ്തുവിനെ പ്രതി നഷ്ടപ്പെടുത്തുവാനുള്ള സന്നദ്ധത. ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? മറിയത്തിന്റെ ആ വാക്കുകൾക്കൊടുവിൽ അവളെ തേടിയെത്തിയത് വധശിക്ഷയും ചാട്ടവാറടികളുമായിരുന്നു. അതിനു മുൻപ് അവളെ ജയിലിലേക്ക് പറഞ്ഞയച്ചു. ജയിലിലേക്ക് പോകുമ്പോൾ മറിയത്തിനൊപ്പം 20 മാസം മാത്രം പ്രായമുള്ള മകനുമുണ്ടായിരുന്നു. താൻ ഇസ്ലാമാണ് എന്ന ഒരു വാക്ക് പറഞ്ഞാൽ, ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാം എന്ന് തീരുമാനിച്ചാൽ ഒഴിവായി പോകുമായിരുന്ന നഷ്ടങ്ങളായിരുന്നു അതെല്ലാം. എന്നിട്ടും ഇത്തിരി നേരത്തെ ആയുസ്സിനോ ഇത്തിരി കൂടിയുള്ള സുഖത്തിനോ വേണ്ടി തന്റെ ക്രിസ്തീയ വിശ്വാസം ബലി കഴിക്കാനും ആത്മാവിനെ നഷ്ടപ്പെടുത്താനും മറിയം തയ്യാറായിരുന്നില്ല. ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാവിധ നേട്ടങ്ങളും അവളെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങളായിരുന്നു. നമ്മളിൽ ആർക്ക് കഴിയും ഇത്തരത്തിലുള്ള ധീരപ്രഖ്യാപനം നടത്താനും ഇത്രയും നഷ്ടങ്ങൾ സഹിക്കാനും? ഓം ദുർമാൻ ഫെഡറൽ വനിതാ ജയിലിലാണ് മറിയത്തെയും മകനെയും പാർപ്പിച്ചിരുന്നത്. 20 മാസം മാത്രം പ്രായമുള്ള മകനെയും കൊണ്ട് ജയിലിൽ കഴിയുമ്പോഴും മറിയം തന്റെ വിശ്വാസം കുഴിച്ചു മൂടുകയോ ക്ലേശങ്ങളിൽ നഷ്ടധൈര്യാവുകയോ ചെയ്തില്ല എന്നതാണ് ശ്രദ്ധേയം. യെറ്റ് ടു ദ ചർച്ച് നീഡിന് നൽകിയ അഭിമുഖത്തിൽ മറിയം പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: 2013 ക്രിസ്തുമസിന് ഞാൻ ജയിലിലായിരുന്നു. ജയിലിലെ ആദ്യ ദിനം എന്നെ സംബന്ധിച്ചിടത്തോളം ഞടുക്കമുളവാക്കുന്നതായിരുന്നു. എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. എന്റെ അമ്മ മരിച്ചുപോയി. എന്റെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചു പോയി. എനിക്ക് ചുറ്റിനും എന്റെ ജീവന് വേണ്ടിയുള്ള നിലവിളികൾ ഉയരുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവിശ്വാസി, അവൾ മരണയോഗ്യ എന്നീ മുദ്രാവാക്യങ്ങളായിരുന്നു എനിക്ക് ചുറ്റിനും മുഴങ്ങിക്കൊണ്ടിരുന്നത്. എല്ലാവരും എന്റെ ചോരയ്ക്ക് വേണ്ടി നിലവിളിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി.
ഏറ്റവും പ്രത്യാശയറ്റ ഈ നിമിഷങ്ങളിലാണ് മറിയത്തിന്റെ ക്രിസ്തീയ വിശ്വാസം ഏറ്റവും അധികമായി ജ്വലിച്ചിരുന്നത്. ജയിലിൽ വെച്ചും മറിയം പരിശുദ്ധ ബൈബിൾ വായിച്ചു. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം, പക്ഷേ സംഭവം സത്യമാണ്. എങ്ങനെയെന്നല്ലേ? അവൾ തന്റെ മുടിച്ചുരുളുകൾക്കിടയിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേജുകൾ രഹസ്യമായി സൂക്ഷിച്ചിരുന്നു. ആരും അത് കണ്ടില്ല. ആരെയും കാണിക്കാതെ അത് വായിക്കാൻ അവൾ തിരഞ്ഞെടുത്ത ഇടം ബാത്റൂമായിരുന്നു. എന്നെ ആരും നോക്കാനില്ലാത്ത ഒരേയൊരു സ്ഥലം എന്നാണ് മറിയം അതിനെ വിശേഷിപ്പിക്കുന്നത്. പരിശുദ്ധ ബൈബിളിലെ വചനങ്ങളിൽ അവൾ സ്വയം ആശ്വാസം കണ്ടെത്തി. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് താൻ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ താൻ ഭയപ്പെടുകയില്ലെന്ന് അവൾ തന്നോട് തന്നെ പറഞ്ഞു. സന്ദർശകരെ ആരും ജയിലിൽ അനുവദിച്ചിരുന്നില്ല. എന്നിട്ടും നിയമ പോരാട്ടത്തിനൊടുവിൽ ഭർത്താവ് അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച മറിയത്തെ ചങ്ങലകളിൽ ബന്ധിച്ചിട്ടിരിക്കുന്നതായിരുന്നു. ഗർഭിണിയായ അവളുടെ കാലുകൾ നീരുവന്നു വീർത്തിരുന്നു. വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങളും കരഞ്ഞു കലങ്ങിയ 4 കണ്ണുകളുമെന്ന് കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ ചൊല്ലുന്നത് പോലെയായിരുന്നു അവരുടെ അവസ്ഥ. ഇതിനിടയിലെല്ലാം മുസ്ലിം പണ്ഡിതന്മാർ ദിവസവും ജയിലിലെത്തി മറിയത്തെ സന്ദർശിക്കുകയും ഖുർആൻ പാരായണം നടത്താനും മതം മാറാനും നിർബന്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മനസ്സ് ദുർബലമായിരിക്കുന്ന അവസരത്തിലാണ് നാം പലപ്പോഴും പല ഒത്തുതീർപ്പുകൾക്കും വഴങ്ങുന്നത്. അവിടെയും പൊരുതി നിൽക്കാൻ മറിയത്തിന് സാധിച്ചു. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പ്രതിയും കൂടെയുള്ള കുഞ്ഞിനെ പ്രതിയും ഒരുപോലെ തീ തിന്നാനായിരുന്നു മറിയത്തിന്റെ വിധി. 20 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ജയിലിൽ കഴിയുന്ന അവസ്ഥ എത്രയോ ദയനീയമായിരിക്കും. ജയിലിലെ ശുചിത്വക്കുറവും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുവാനുള്ള സാധ്യതയും മകന്റെ ജീവൻ എടുക്കുമോ എന്ന് മറിയം ഭയന്നു. പ്രസവത്തിന് ശേഷം താൻ കഴുമരത്തിലേക്ക് ഏറ്റപ്പെടുമ്പോൾ തന്റെ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നോർത്ത് അവൾക്ക് കരച്ചിൽ അടക്കാനായില്ല. കുഞ്ഞു പിറന്നു വീഴുന്നത് അംഗവൈകല്യത്തോടെ ആയിരിക്കുമോ എന്ന ചിന്തയും അവളെ മതിച്ചു. ദിവസങ്ങളും മാസങ്ങളും കഴിയും തോറും മറിയത്തിന്റെ അവസ്ഥ വഷളായിക്കൊണ്ടിരുന്നു. ഗർഭിണിയായ ഒരു യുവതിയാണ് തൂക്കുകയറിന്റെ നിഴലിൽ കഴിയുന്നത്. അവൾ അത്യന്തം പരിക്ഷീണയായിട്ടും ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുവാനോ ചികിത്സ നൽകാനോ ജയിലധികാരികൾ തയ്യാറായില്ല. പ്രസവശേഷം മാത്രമാണ് മറിയത്തിന്റെ കാലുകളിലെ ചങ്ങലകൾ നീക്കം ചെയ്യപ്പെട്ടത്. എല്ലാ പ്രതികൂലങ്ങൾക്കും വേദനകൾക്കും ഇടയിലും അവളുടെ ജീവിതത്തിലെ മറ്റൊരു സന്തോഷമായി ഒരു മകളെ അവൾക്ക് ലഭിച്ചു. സ്വന്തം മതവിശ്വാസത്തിന് വേണ്ടി ഇത്രയും അധികമായി നഷ്ടങ്ങൾ സഹിച്ച വ്യക്തികൾ ആധുനിക സമൂഹത്തിൽ ഒരുപക്ഷെ മറിയത്തെ പോലെ വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. ജീവിതത്തിലെ ചില പ്രത്യേക നിമിഷങ്ങളിൽ നിർണായകമായ ഉത്തരം കൊടുക്കേണ്ടി വരുന്ന ഉത്തരവാദിത്തം നമ്മളിൽ പലർക്കും വന്നു ചേരാറുണ്ട്. ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ നീ തയ്യാറാണോ? അതോ അവിടുത്തെ തള്ളിപ്പറയാനാണോ നിനക്ക് താല്പര്യം? ഈ ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന ഉത്തരമാണ് മുന്നോട്ടുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിന് മുഴുവൻ ബലമായി മാറുന്നത്. യെസ് എന്നാണ് ഉത്തരം പറയുന്നതെങ്കിൽ വേലിക്കെട്ടുകളെ മറികടക്കാനുള്ള എല്ലാ ധൈര്യവും അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്യും. അതല്ല എങ്കിൽ ഇത്തിരി പൊന്നിനും പദവികൾക്കും വേണ്ടി ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന ചാരന്മാരായി നാം മാറും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത് എന്നാണല്ലോ തിരുവചനം പറയുന്നത്. അതുതന്നെയാണ് മറിയത്തിന്റെ കാര്യത്തിലും സംഭവിച്ചത്. ആ മറുപടിയുടെ പേരിലാണ് മറിയത്തെ സുഡാൻ ഭരണകൂടം വേട്ടയാടിയതും. മറിയത്തിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വരഹിതമായ ഈ പെരുമാറ്റങ്ങളുടെ പേരിൽ ലോകരാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും സുഡാനെ അപലപിക്കുകയും നിഷ്ഠൂരതകൾക്കെതിരെ രംഗത്തു വരികയും ചെയ്തു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഈ പ്രവൃത്തി എന്നായിരുന്നു ആംനസ്റ്റി ഇന്റർനാഷണൽ വിശേഷിപ്പിച്ചത്. ഒരു സ്ത്രീയുടെ മതപരമായ തിരഞ്ഞെടുപ്പിന് വധശിക്ഷ വിധിക്കപ്പെടുന്നതും വ്യത്യസ്ത മതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചുവെന്ന പേരിൽ ചാട്ടവാറാടി നൽകുന്നതും ഭയാനകവും വെറുപ്പുളവാക്കുന്നതുമായ പ്രവൃത്തിയാണെന്നും
ആംനസ്റ്റി ഇന്റർനാഷണൽ അഭിപ്രായപ്പെട്ടു. UK-യും USA-യും തുടങ്ങി എല്ലാ രാജ്യങ്ങളും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും മറിയത്തിന്റെ വിമോചനത്തിനായി ശബ്ദമുയർത്തുകയും ചെയ്തു. അവരുടെ കാര്യത്തിൽ നീതിയും അനുകമ്പയും ആവശ്യമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. തുടർച്ചയായ ഈ പ്രക്ഷോഭങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ സുഡാൻ ഗവൺമെന്റിന് കഴിയുമായിരുന്നില്ല. ഒടുവിൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ തുടർന്ന് വധശിക്ഷ റദ്ദാക്കാൻ കോടതി തീരുമാനിച്ചു. അങ്ങനെ 2014 ജൂൺ 24 മറിയം ഇബ്രാഹിമിനെ വിട്ടയക്കുവാൻ കോടതി ഉത്തരവായി. പക്ഷേ രാജ്യം വിട്ടുപോകാൻ അനുവദിക്കാതെ പോലീസ് മറിയത്തിന്റെ പിന്നാലെ കൂടി. അമേരിക്കയിലേക്ക് പോകാനായി വിമാനത്താവളത്തിലെത്തിയ മറിയത്തെയും കുടുംബത്തെയും വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിനായി കൂട്ടിക്കൊണ്ടുപോയി. മറിയത്തിന്റെ ഭർത്താവിനെയും ബന്ധുക്കളെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന ആരോപണം ശക്തമായിരുന്നു. അവസാനം മറിയത്തെയും കുടുംബത്തെയും പോലീസിന് വിട്ടയക്കേണ്ടതായി വന്നു. രാജ്യം വിട്ടു പോകുന്നതിൽ മറിയത്തിന് അങ്ങേയറ്റം വേദനയുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് അവിടെ ജീവിക്കുക എന്നത് അസാധ്യവുമായിരുന്നു. അവൾക്കും കുടുംബത്തിനും ജീവനിൽ ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ പലായനം അനിവാര്യമായിരുന്നു. US-ൽ എത്തിച്ചേർന്ന മറിയത്തെയും കുടുംബത്തെയും US വളരെ ഹൃദ്യമായാണ് സ്വീകരിച്ചത്. പിന്നീട് വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് പാപ്പയെ കാണാനും മറിയത്തിനും കുടുംബത്തിനും ഭാഗ്യമുണ്ടായി. പ്രതികൂലങ്ങളുടെ കൊടുങ്കാറ്റിലും വിശ്വാസദീപം അണയാതെ സൂക്ഷിച്ച മറിയത്തെ ഫ്രാൻസിസ് പാപ്പ ആദരിക്കുകയും പ്രാർത്ഥനകൾ വാഗ്ദാനം നേരുകയും ചെയ്തു. ഇന്നും മറിയത്തിന്റെ രക്തത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഒരു നിമിഷം കണ്ണു തെറ്റിയാൽ ഏതുവിധവും അവളുടെ ജീവൻ എടുക്കാനായി പതിയിരിക്കുന്നവരുമുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ച് തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയും വിശ്വാസത്തിന്റെ ക്രിസ്തു വഴിയായുള്ള തന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയുമാണ് മറിയം. ക്രിസ്തുവിന് വേണ്ടി നഷ്ടപ്പെടുത്താൻ നമുക്കെന്തുണ്ട്? നാം അതിന് തയ്യാറാണോ?